നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐഎം വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുള്ള 5 മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് RDX ആദ്യം പരിശോധിക്കുന്നത്. അമ്പലപ്പുഴ, തളിപ്പറമ്പ്, പയ്യന്നൂർ, ഒറ്റപ്പാലം, കൊട്ടാരക്കര എന്നീ മണ്ഡലങ്ങളിലാണ് ഇക്കുറി സിപിഐഎം വിട്ടവർ പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സര രംഗത്തുള്ളത്. ഈ മണ്ഡലങ്ങളെല്ലാം കഴിഞ്ഞ തവണ 10,000-ലധികം വോട്ടുകൾക്ക് ഇടതിനൊപ്പം ഉറച്ചു നിന്നതാണെന്നതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട്. അമ്പലപ്പുഴയിൽ മുൻമന്ത്രിയായിരുന്ന ജി സുധാകരനും തളിപ്പറമ്പിൽ സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദനും പയ്യന്നൂരിൽ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണനും ഒറ്റപ്പാലത്ത് മുൻ സിപിഐഎം നേതാവായ PK ശശിയുമാണ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. കൊട്ടാരക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിഹ്നത്തിലാണ് 3 തവണ സിപിഐഎം MLA ആയിരുന്ന ഐഷ പോറ്റി മത്സരിക്കുന്നത്. ഇടതുകോട്ടകളെ തകർക്കാൻ അതേ പാളയത്തിൽ നിന്നുള്ളവരെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് നീക്കം ഫലം കാണുമോ? പാർട്ടിയെ വെല്ലുവിളിച്ച് വിമതർ നടത്തുന്ന നീക്കങ്ങൾ സിപിഐഎമ്മിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? കാണാം RDX റാപ്പ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 10,000-ലധികം വോട്ടുകൾ വിജയിച്ച 5 മണ്ഡലങ്ങളിലാണ് ഇത്തവണ സിപിഐഎം വിമതർ രംഗത്തുള്ളത്. തളിപ്പറമ്പിൽ മാത്രമാണ് സിറ്റിംഗ് MLA മത്സര രംഗത്തില്ലാത്തത്. PK ശ്യാമളയാണ് സിപിഐഎമ്മിന് വേണ്ടി മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുന്നത്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കലാപക്കൊടി ഉയർത്തിയാണ് വിമത സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TK ഗോവിന്ദൻ എത്തുന്നത്. പയ്യന്നൂരിൽ 50,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയിച്ച TI മധുസൂദനെതിരെ വിമത സ്ഥാനാർത്ഥിയായി എത്തുന്നത് മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണനാണ്. ഒറ്റപ്പാലത്ത് സിറ്റിംഗ് MLA K പ്രേംകുമാറിനെതിരെ മുൻ സിപിഐഎം നേതാവ് PK ശശിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. അമ്പലപ്പുഴയിൽ H സലാമിനെതിരെ മുൻ മന്ത്രി കൂടിയായി ജി സുധാകരനാണ് മത്സരിക്കുന്നത്. ഈ 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ വിമതരെ പിന്തുണയ്ക്കാനാണ് UDF തീരുമാനിച്ചത്. അതേസമയം കൊട്ടാരക്കരയിലെ പോരാട്ടം കനക്കുമെന്ന് ഏകദേശം ഉറപ്പായി. സിറ്റിംഗ് MLAയും ധനകാര്യമന്ത്രിയുമായ KN ബാലഗോപാലിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മണ്ഡലത്തിൽ നിന്ന് 3 തവണ സിപിഐഎം ടിക്കറ്റിൽ MLA ആയ ഐഷ പോറ്റിയാണ്. RDX റാപ്പ് ന്യൂസ് മലയാളം. പ്രസ്തുത മണ്ഡലത്തിലെ ചില ഡാറ്റകളിലേക്ക് പോയാൽ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ആദ്യം പരിചയപ്പെടാം. TI മധുസൂദനനാണ് സിപിഐഎമ്മിനായി ഇത്തവണയും മത്സരരംഗത്തുള്ളത്. കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു. സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. വി കുഞ്ഞികൃഷ്ണൻ കോൺഗ്രസ് സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നു. AP ഗംഗാധരനാണ് BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. ഇനി പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് നില നമുക്കൊന്ന് പരിശോധിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TI മധുസൂദനൻ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും 93,695 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്. അതായത് 62.49%. കോൺഗ്രസിനായി മത്സരിച്ചിരുന്നത് M പ്രദീപ് കുമാർ ആയിരുന്നു. അദ്ദേഹം 43,915 വോട്ടുകളാണ് നേടിയിരുന്നത്. 29.29%. അഡ്വക്കേറ്റ് KK ശ്രീധരനായിരുന്നു BJP NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 11,308 വോട്ടുകളാണ് അവിടെ നിന്നും ലഭിച്ചത്. ഭൂരിപക്ഷം TI മധുസൂദനന്റെ ഭൂരിപക്ഷം 49,780 വോട്ടുകൾ. ഇനി പയ്യന്നൂർ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു? പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് എത്ര വോട്ടുകൾ സമാഹരിച്ചു എന്ന് നോക്കിയാൽ രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു മത്സരിച്ചിരുന്നത് എന്നറിയാമല്ലോ. അദ്ദേഹം 58,184 വോട്ടുകളാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും നേടിയിരിക്കുന്നത്. MV ബാലകൃഷ്ണനായിരുന്നു CPIM സ്ഥാനാർത്ഥി. 71,441 വോട്ടുകൾ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും നേടിയിരിക്കുന്നത്. ML അശ്വിനിയാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അവിടെ 18,466 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ അടുത്ത നിയോജക മണ്ഡലമായ തളിപ്പറമ്പിലേക്ക് പോവുകയാണ്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. ഇത്തവണ മത്സരിക്കുന്നവരെ PK ശ്യാമള CPIMന്റെ എല്ലാവർക്കും അറിയാം, വലിയ വിവാദമായ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. അതിനുള്ള വിശദീകരണങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. PK ശ്യാമളയാണ് CPIMനായി LDFനായി അവിടെ മത്സരിക്കുന്നത്. TK ഗോവിന്ദൻ കോൺഗ്രസ് സ്വതന്ത്രൻ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാർട്ടി വിട്ടുകൊണ്ട് നിലവിൽ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. കോൺഗ്രസ് സ്വതന്ത്രനായി അവിടെ മത്സരിക്കുകയാണ് TK ഗോവിന്ദൻ. N ഹരിദാസാണ് BJPക്കായി അവിടെ മത്സരിക്കുന്നത്. തളിപ്പറമ്പ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് നില നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി തളിപ്പറമ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ മാസ്റ്ററായിരുന്നു മത്സരിച്ചിരുന്നത്. സിറ്റിംഗ് MLA ആണ് അദ്ദേഹം. 92,870 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്നും MV ഗോവിന്ദൻ നേടിയിട്ടുണ്ട്. 52.14%. VP അബ്ദുൾ റഷീദായിരുന്നു UDF സ്ഥാനാർത്ഥി. 70,181 വോട്ടുകളാണ് അദ്ദേഹം അവിടെ നിന്നും സമാഹരിച്ചത്. AP ഗംഗാധരനായിരുന്നു മൂന്നാമതെത്തിയിരുന്നത്. അദ്ദേഹം 13,058 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയിരുന്നത്. 22,689 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് MV ഗോവിന്ദൻ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ തവണ ജയിച്ചു കയറിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് തളിപ്പറമ്പിൽ ചിത്രമെടുത്തു കഴിഞ്ഞാൽ K സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിന്റെ കീഴിലാണ് തളിപ്പറമ്പ്
നിയമസഭാ മണ്ഡലം വരുന്നത്. കെ സുധാകരനായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും 84,331 വോട്ടുകൾ സമാഹരിക്കാനായിട്ടുണ്ട്. അതായത് 47.04% വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട്. എം വി ജയരാജനായിരുന്നു എതിർ സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി. അദ്ദേഹം 75,544 വോട്ടുകളാണ് ആയിരുന്നു നേടിയിരുന്നത്. സി രഘുനാഥ് ആയിരുന്നു NDA സ്ഥാനാർത്ഥി. അദ്ദേഹം 16,706 വോട്ടുകളും തളിപ്പറമ്പിൽ നിന്ന് നേടിയിട്ടുണ്ട്. ഭൂരിപക്ഷം 8,887 സുധാകരന്റെ. UDFനായിരുന്നു ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നും. ഇനി നമ്മൾ നേരെ ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലേക്ക് പോവുകയാണ്. ഒറ്റപ്പാലത്തും വിമതൻ തന്നെയാണല്ലോ, നമുക്കറിയാം. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയാൽ കെ പ്രേംകുമാറാണ് CPIMന്റെ സ്ഥാനാർത്ഥി. PK ശശിയാണ് കോൺഗ്രസ് സ്വതന്ത്രനായി. അദ്ദേഹം CPIM വിട്ടതായിരുന്നു, മുൻ MLA ആണ് എന്നൊക്കെ അറിയാമല്ലോ. PK ശശിയാണ് കോൺഗ്രസ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മറ്റൊന്ന് BJP സ്ഥാനാർത്ഥിയായി അവിടെ എത്തുന്നത് മേജർ രവിയാണ്. ഇനി ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് നില നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ പ്രേംകുമാർ തന്നെയായിരുന്നു മത്സരിച്ചിരുന്നത്. അദ്ദേഹമാണ് സിറ്റിംഗ് MLA. അവിടെ 74,859 വോട്ടുകൾ കെ പ്രേംകുമാർ നേടിയിട്ടുണ്ട്. 46.45% വോട്ടുകൾ അവിടെ നിന്നും നേടാനായിട്ടുണ്ട്. പി സരിനായിരുന്നു അവിടെ UDFനായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം 59,707 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്, 37.05%. വേണുഗോപാലൻ BJPക്കായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം അവിടെ 25,056 വോട്ടുകൾ സമാഹരിച്ചിട്ടുണ്ട്. 15,152 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് LDFന് അവിടെ നിന്നും ലഭിച്ചത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് ഒറ്റപ്പാലം വരുന്നത്. VK ശ്രീകണ്ഠനായിരുന്നു അവിടെ നിന്നും മത്സരിച്ചിരുന്നത്. അദ്ദേഹം 57,063 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. A വിജയരാഘവനായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായി വന്നിരുന്നത്, CPIMന്റെ കാൻഡിഡേറ്റ്. അദ്ദേഹം 54,855 വോട്ടുകളും നേടി. C കൃഷ്ണകുമാറായിരുന്നു BJPക്കായി മത്സരിച്ചിരുന്നത്. അദ്ദേഹം 42,091 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. UDFനായിരുന്നു ലീഡ്. 2,208 വോട്ടിന്റെ ലീഡ് ഒറ്റപ്പാലത്ത് നിന്നും UDF നേടിയെടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ പോകുന്നു അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിലേക്കാണ്. അവരെ പരിചയപ്പെട്ടാൽ H സലാം സിറ്റിംഗ് MLA ആണ്, CPIM കാൻഡിഡേറ്റ് ആണ്. G സുധാകരൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. പാർട്ടി ബന്ധം CPIM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് നിലവിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു. മറ്റൊന്ന് അരുൺ അനിരുദ്ധൻ BJP സ്ഥാനാർത്ഥി. ഇതാണ് അമ്പലപ്പുഴയിൽ ഇത്തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം. അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലെ വോട്ട് നില നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അമ്പലപ്പുഴ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ H സലാമായിരുന്നു സിറ്റിംഗ് MLA എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹം അവിടെ നിന്ന് 61,365 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്, 45% വോട്ടുകൾ. M ലിജു കോൺഗ്രസിലെ സമ്മതിദായ നേതാവ് തന്നെയാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം 50,240 വോട്ടുകൾ അവിടെ നിന്ന് നേടിയിട്ടുണ്ട്, 36.8% വോട്ടുകൾ. മറ്റൊന്ന് അനൂപ് ആന്റണി ആയിരുന്നു മത്സരിച്ചിരുന്നത് BJPക്കായി. 22,389 വോട്ടുകൾ അദ്ദേഹവും നേടിയിട്ടുണ്ട്. 11,125 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് H സലാം അമ്പലപ്പുഴയിൽ നിന്നും ജയിച്ചു കയറിയത്. ഇനി അമ്പലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ KC വേണുഗോപാൽ ആലപ്പുഴ മണ്ഡലത്തിന് കീഴിലാണ്, ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് വരുന്നത് അമ്പലപ്പുഴ. KC വേണുഗോപാൽ മത്സരിച്ച് ജയിച്ചതാണ്. അദ്ദേഹം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും 52,212 വോട്ടുകളാണ് നേടിയത്, 40.46%. AM ആരിഫ് CPIMനായി മത്സരിച്ചു. അദ്ദേഹം 37,657 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയിരുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. അവർക്ക് അവിടെ 37,547 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. UDFനായിരുന്നു ലീഡ്, 14,555 വോട്ടുകളുടെ ലീഡ് അമ്പലപ്പുഴയിൽ നിന്നും UDFന് എടുക്കാനായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. വലിയ വിസ്മയങ്ങൾക്കാണ് ഇത്തവണ കൊട്ടാരക്കര മണ്ഡലവും സാക്ഷ്യം വഹിച്ചത്. സിറ്റിംഗ് MLA KN ബാലഗോപാലാണ് LDFന്റെ സ്ഥാനാർത്ഥി, CPIM കാൻഡിഡേറ്റ്. ഐഷ പോറ്റി CPIM വിട്ട ഐഷ പോറ്റിയാണ് കോൺഗ്രസ് അംഗത്വമെടുത്തിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഐഷ പോറ്റിയാണ് മത്സരിക്കുന്നത്. R രശ്മി BJPക്കായി രംഗത്തിറങ്ങുന്നു. കഴിഞ്ഞ തവണ അവർ കോൺഗ്രസിനായി ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു. ശക്തമായ ഫൈറ്റ് കൊടുത്ത ആളായിരുന്നു R രശ്മി. ഇത്തവണ R രശ്മി പാർട്ടിയിലെ വിയോജിപ്പുകൾ കാരണം പുറത്തു വന്ന് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ട് നില നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാൽ ഞാൻ പറഞ്ഞു സിറ്റിംഗ് MLA ആണ്. അദ്ദേഹം ധനമന്ത്രിയാണ്. അദ്ദേഹം CPIM കാൻഡിഡേറ്റായി മത്സരിച്ചപ്പോൾ അദ്ദേഹം 68,770 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്, 45.66%. R രശ്മി ഞാൻ നേരത്തെ പറഞ്ഞു, അവർ കോൺഗ്രസിനു വേണ്ടി മത്സരിച്ച സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ. വലിയ ഫൈറ്റ് തന്നെ അവരും കാഴ്ചവെച്ചിട്ടുണ്ട്. 57,956 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്. BJP സ്ഥാനാർത്ഥിയായി വന്നിരുന്നത് വയക്കൽ സോമനായിരുന്നു. അദ്ദേഹം
21,223 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയത്. 10,814 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്നും വിജയിച്ചു കയറി. ഇനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അരുൺകുമാർ ആയിരുന്നു മത്സരിച്ചിരുന്നത്. CPI സ്ഥാനാർത്ഥിയായിരുന്നു. 56,929 വോട്ടുകളാണ് അദ്ദേഹം നേടിയത്. കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു മത്സരിച്ചിരുന്നത്. കോൺഗ്രസിനായി 53,526 വോട്ടുകൾ നേടി. ബൈജു കലാശാല BDJS സ്ഥാനാർത്ഥിയായിരുന്നു. NDA അദ്ദേഹം അവിടെ നിന്നും 20,999 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്. അതായത് LDFന് ലീഡ് ഈ കൊട്ടാരക്കരയിൽ നിന്നെടുക്കാനായത് 3,403 വോട്ടിൻ്റെ ലീഡാണ് എടുക്കാനായത്. ഇതാണ് ഈ വിമതന്മാർ ഇത്തവണ CPIM വിമതന്മാർ ഇത്തവണ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ. ഹർഷ, ഈ വിമതന്മാരാണ്, അതായത് സിറ്റിംഗ് മണ്ഡലങ്ങളിലാണ് ഈ വിമതന്മാരൊക്കെ ഉണ്ടായിരിക്കുന്നത്. 10 വർഷത്തിൻ്റെ ഭരണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് റിസൾട്ട് എന്ന നിലവിൽ വലിയ അസംതൃപ്തിയിലാണ് ഇവരെയൊക്കെ എതിർ പാർട്ടികളിലുള്ളവർ എത്തിച്ചിരിക്കുന്നത്. വിസ്മയം തന്നെയാണ്. ഈ വിസ്മയം ഫാക്ടറുകളൊക്കെ വർക്കാവുമോ? ഹർഷൻ, എന്താണ് തോന്നുന്നത്? അല്ല, ഈ വിമതന്മാർ എന്നാണോ അവരെ ഇനിയിപ്പോൾ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട്. കാരണം അവർ വിമത ശബ്ദം ഉയർത്തി പാർട്ടിയിൽ നിന്ന് പുറത്തു പോയതിന് ശേഷം അവരിപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികളായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ വേണമെങ്കിൽ വിസ്മയങ്ങൾ എന്ന് വേണമെങ്കിൽ VD സതീശൻ്റെ പ്രയോഗം നമുക്ക് കടമെടുത്ത് വേണമെങ്കിൽ പറയാം. അവർ സ്ഥാനാർത്ഥികളാണ്. അവരിപ്പോൾ UDFൻ്റെ സ്ഥാനാർത്ഥികളാണ്. ഇടതുമുന്നണിയിൽ നിന്ന് ഇറങ്ങി വന്നവർ, അല്ലെങ്കിൽ CPIM വിട്ട് ഇറങ്ങി വന്നവർ. ഇടതുമുന്നണി എന്നുള്ളതിനപ്പുറത്ത് നമ്മൾ വളരെ സ്പെസിഫിക്കായി ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് CPIM വിട്ട് ഇറങ്ങിയവർ എന്ന നിലയ്ക്ക് തന്നെയാണ്. ആ നിലയ്ക്ക് നമ്മൾ പരിശോധിച്ചാൽ എല്ലാവർക്കും ഒരു ശക്തമായ പോരാട്ടത്തിൻ്റെ ഒരു സാഹചര്യം അവരവരുടെ മണ്ഡലങ്ങളിൽ ഒരുക്കാൻ കഴിഞ്ഞ സാഹചര്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചിലർക്ക് ഗംഭീരമായി അപ്രതീക്ഷിതമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പ്രചാരണ രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് അത് പോകുമോ എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പ്രചാരണ രംഗത്ത് അവരുടെ പ്രസൻസ് അറിയിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ചിലർക്ക് അതിന് കഴിഞ്ഞിട്ടുമില്ല. അതിന് കാരണം അതിനപ്പുറത്ത് ആ തരത്തിൽ ഒരു പ്രസൻസ് അറിയിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് അവിടെ CPIM ശക്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പയ്യന്നൂർ പോലെയുള്ള മണ്ഡലം, പയ്യന്നൂർ മണ്ഡലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ V കുഞ്ഞികൃഷ്ണൻ അത് RSPക്ക് കൊടുത്ത സീറ്റാണ്. RSPയുടെ സീറ്റിലേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന് സ്വാഭാവികമായും ദീർഘകാലം CPIMൽ പ്രവർത്തിച്ച ഒരാൾക്കുണ്ടാകാവുന്ന എല്ലാ അങ്കലാപ്പും കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസിലേക്ക് കയറണോ എന്ന കാര്യത്തിലടക്കം അദ്ദേഹത്തിന് ആശങ്കയുണ്ടായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിലൊരു സ്ഥലജലഭ്രമം അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ ബാധിച്ചു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒറ്റക്കെട്ടായ പിന്തുണ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് അതിലേക്ക് വരുന്നതിന് പയ്യന്നൂർ കോൺഗ്രസ് വളരെ ശക്തമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഉള്ള പ്രവർത്തകർ വളരെ ശക്തരാണ്. പക്ഷേ നമ്മൾ നോക്കൂ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും അവിടെ CPIMന്, അതായത് CPM പരാജയപ്പെട്ട പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും പയ്യന്നൂർ മണ്ഡലത്തിൽ വലിയ വോട്ട് നേടാനായിട്ട് CPIMന് കഴിഞ്ഞിട്ടുള്ള മണ്ഡലമാണ് എന്നുള്ളത് ഓർക്കണം. അവിടെ ശക്തമായ ഒരു പോരാട്ടത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കാൻ തൽക്കാലം ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇനിയും സമയമുണ്ട്. കാരണം അദ്ദേഹം ആദ്യം അറച്ചു നിന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പയ്യന്നൂരിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പത്രികാ സമർപ്പണത്തിൻ്റെ തലേ ദിവസം കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് എത്തുകയും UDFൻ്റെ ടീമിനൊപ്പം ചേരുകയും ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു കാലതാമസം എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതായിട്ടൊന്ന് ഈ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു കാലതാമസം കൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ബാക്കി നമ്മൾ അവിടുത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ LDFന് തന്നെയാണ് അവിടെ സ്വാഭാവികമായ മേൽക്കൈ ഉള്ളത്. അപ്പം മധുസൂദനെതിരെ എന്തൊക്കെ ചർച്ചകൾ അവിടെ ഉയർത്തിക്കൊണ്ട് വന്നാലും ഈ വലിയ വോട്ട് മലയെ മറികടക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ, അതിനപ്പുറത്തുള്ള ഒരു വേവ് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടോ, ഇതൊക്കെ ഇനി തിരിച്ചറിയാനുള്ള സമയം ബാക്കിയാണ്. ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പൊതുവെ പയ്യന്നൂർ നോക്കിയാൽ അങ്ങനെ ഒരു വലിയ മത്സരത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ V കുഞ്ഞികൃഷ്ണന് കഴിഞ്ഞിട്ടില്ല. അതേസമയം ഇപ്പുറത്ത് തളിപ്പറമ്പിലേക്ക് പോയാൽ പക്ഷേ TK ഗോവിന്ദൻ്റെ പ്രസൻസ് വളരെ കൃത്യമായി, അതായത് ശക്തമായ മത്സരത്തിൻ്റെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല പ്രചാരണ രംഗത്ത് ഇടതുമുന്നണി ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രചാരണം അവിടെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയുണ്ട്. അവരെല്ലാം അങ്ങനെ കേന്ദ്രീകരിച്ച് അവിടെ പ്രചാരണ രംഗത്തുണ്ടാവാനുള്ള കാരണം എന്താണ്? അവിടെ ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളത് അവർ കൂടി തിരിച്ചറിയുന്നു, ഇടതുമുന്നണി കൂടി തിരിച്ചറിയുന്നു. തളിപ്പറമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രമാണ്, അറിയാമല്ലോ ശ്യാമിലിക്ക്. അവിടെ ശക്തമായ ഒരു മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. TK ഗോവിന്ദൻ അവിടെ സ്വാഭാവികമായും CPIMൻ്റെ ഏറ്റവും മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായി പ്രവർത്തിച്ചിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിപുലമായ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടാകും. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇദ്ദേഹത്തിന് അതുണ്ട്, പല തലത്തിൽ അതുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രവർത്തനത്തിലേക്ക് ആളുകളെ എത്തിക്കാൻ തക്ക വണ്ണമുള്ള
ഒരു ആർജവമുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. 75ാമത്തെ വയസ്സിലേക്കാണ് എത്തുന്നതെങ്കിൽ കൂടി അദ്ദേഹത്തിന് അതിനുള്ള ശേഷിയുള്ള നേതാവാണ്. കോൺഗ്രസിൻ്റെ വലിയ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് നേരിടുന്ന ഒരു അദ്ദേഹത്തിൻ്റെ അവിടെ ഈ പറഞ്ഞ പോലെ കൊയ്യം ജനാർദ്ദനൻ ഇപ്പോഴും KPCCയുടെ മെമ്പറാണ്. കൊയ്യം ജനാർദ്ദനൻ ഇപ്പോഴും അദ്ദേഹമാണ് ഇപ്പോൾ അവിടെ റിബലിൻ്റെ റോളിൽ നിൽക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് നിലവിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നം അവിടെ എന്നുള്ളതാണ്. പക്ഷേ അവിടെ ആരൊക്കെയാണ്? അപ്പുറത്ത് നോക്ക്, MV ജയരാജനുണ്ട്, P ജയരാജനുണ്ട്, KK രാഗേഷുണ്ട്, ശൈലജ ടീച്ചറുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്. ഇവരെല്ലാം ഇറങ്ങിയിട്ടുള്ള ഒരു പ്രചാരണമാണ് അവിടെ. അപ്പോൾ അതിൽ ഇന്നിപ്പോൾ കണ്ടില്ലേ, ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ ഒരുമിച്ച് ടീച്ചർമാരുടെ റോഡ് ഷോ എന്ന റോഡ് ഷോ അവിടെ സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. അത് അങ്ങനെ കാണുന്ന സംഗതിയിൽ ഇപ്പം നമ്മൾ ബാക്കിയില്ല. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഇത്തരം മണ്ഡലങ്ങളിലെ മറ്റു മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരൊക്കെയാണ് അവിടെ കേന്ദ്രീകരിച്ച് നിന്ന് പണിയെടുക്കുന്നത് എന്നുള്ള പട്ടിക എടുക്കുമ്പോൾ പോലും ഇത്രയും തലമുതിർന്ന നേതാക്കൾ ഒരിടത്തും കേന്ദ്രീകരിച്ചിട്ടില്ല. അതാണ് ഈ ഉറച്ച മണ്ഡലം എന്ന് മാത്രമല്ല, ഈ മണ്ഡലത്തിലൊരു പരാജയം നേരിട്ടാൽ അത് വേറൊരു തരത്തിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള തിരിച്ചറിവ് കൂടി CPIM നേതൃത്വത്തിനുള്ളത് കൊണ്ട് ഇത്ര ശക്തമായ പ്രചാരണ പരിപാടികളിലേക്ക് അവർ വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വൻ പ്രചാരണം അവിടെ ഇടതുമുന്നണി സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇപ്പുറത്ത് മികച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ TK കുന്നന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒപ്പത്തിനൊപ്പമുള്ള ഒരു മത്സര പ്രതീതി അവിടെ ആളുകൾക്കിടയിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആന്തൂറും പരിയാരം പോലെയുള്ള പ്രദേശങ്ങളിൽ ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമെങ്കിൽ ഈ മയ്യലും മലപ്പട്ടം പോലെയുള്ള പ്രദേശങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു അങ്കലാപ്പ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി അവിടെ പ്രദേശങ്ങളെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് അങ്ങനെയല്ല എന്ന് വേണമെങ്കിൽ ശ്യാമിലിക്ക് പറയാം. പിന്നെ കൊട്ടാരക്കരയിലേക്ക് നമ്മൾ വന്നാൽ, കൊട്ടാരക്കര നമ്മൾ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈപ്പ് കിട്ടിയത് കൊട്ടാരക്കരയിലെ ആ മാറ്റത്തിനായിരുന്നു. കൊട്ടാരക്കരയിലെ മാറ്റത്തിന് വലിയ ഹൈപ്പ് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ ഐഷ പോറ്റി വരുമ്പോൾ ഇപ്പോൾ R ബാലകൃഷ്ണ പിള്ളയെ മലർത്തിയടിച്ച ജയന്റ് കില്ലർ ഇതാ വന്നിരിക്കുന്നു. അത് വീണ്ടും ഒരു വലിയ വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട്, അതായത് VD സതീശൻ്റെ യാത്രയിൽ വന്ന വിസ്മയമാണ്. ആ നിലയ്ക്ക് ആദ്യം വന്ന വലിയൊരു വിസ്മയം എന്ന നിലയ്ക്കാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത്. അത് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച വിഷയങ്ങളും കൊള്ളാമായിരുന്നു. പക്ഷേ ഞാൻ ആ പ്രചാരണ രംഗത്തേക്ക് വീണ്ടും നോക്കുമ്പോൾ അന്ന് പറഞ്ഞത് ആവർത്തിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങളിലേക്ക് എത്താൻ ഐഷ പോറ്റിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലായത്. അവിടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവ സാന്നിധ്യമായവരുണ്ടെങ്കിൽ കൂടി ഈ വിഷയങ്ങളുടെ വൈവിധ്യം എന്നത് KN ബാലഗോപാലിൻ്റെ പ്രചാരണ വേദിയിലുണ്ട്. മാത്രമല്ല വലിപ്പമുണ്ട്. ഈ പറയുന്ന വിഷയങ്ങൾക്ക് വലിപ്പമുണ്ട് എന്നുള്ളതാണ് KN ബാലഗോപാലിൻ്റെ പ്രചാരണ വേദിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്നാമത്തെ പ്രശ്നം, അവിടെ ആദ്യം തന്നെ അവർ കോൺഗ്രസിനുള്ളിൽ ഒറ്റയടിക്ക് അതായത് വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരാളാണ് വരുന്നത് എന്നുള്ള പ്രതീതി അവിടെ ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യപ്പെട്ടതും അങ്ങനെയാണ്. പക്ഷേ ഇപ്പുറത്ത് ഈ അവിടെ വിമത ശല്യം അല്ലെങ്കിൽ വിമത ശബ്ദം അവിടെ ഉണ്ട്. R രശ്മി യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ആ നിലയ്ക്കൊരു പ്രതിഷേധ ശബ്ദമാണ് ആയിട്ടാണ് ഉയരുന്നത്. പോയി എവിടെയാണ് BJPക്കൊപ്പം ചേർന്നിരിക്കുന്നത്. അവർക്ക് ആരുടെ വോട്ടാണ് ചോർത്താൻ? ഇപ്പോൾ 10 വോട്ടെങ്കിൽ 10 വോട്ട്, 5 വോട്ടെങ്കിൽ 5 വോട്ട്, അത് ഇവിടെ നിന്നാണ് അവർക്ക് അധികം കിട്ടുക എന്നുള്ളത്. R രശ്മി കൊണ്ടുപോകുന്നത് എവിടെ നിന്നാണ്? അത് UDF ക്യാമ്പിൽ നിന്ന് തന്നെയായിരിക്കും. മാത്രമല്ല അവിടെ ഏറ്റവും ശക്തമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് R ബാലകൃഷ്ണ പിള്ളയുടെ, അതായത് കേരള കോൺഗ്രസ് B ആണ്. അവർ സജീവമായി പ്രചാരണ രംഗത്തുണ്ട്. അതൊരു കൊടുക്കൽ വാങ്ങൽ സ്വഭാവത്തിൽ ഞാൻ 2 മണ്ഡലങ്ങൾ നിങ്ങൾ നിരീക്ഷിച്ചാൽ, പത്തനാപുരവും കൊട്ടാരക്കരയും നോക്കിക്കഴിഞ്ഞാൽ വളരെ സജീവമായി കേരള കോൺഗ്രസ് B കൊട്ടാരക്കരയിൽ പ്രചാരണ രംഗത്തുണ്ട്. അപ്പുറത്ത് പത്തനാപുരത്താണെങ്കിൽ കൈമൈ മറന്ന് CPIM പ്രചാരണ രംഗത്തുണ്ട് എന്നുള്ളൊരു കൗതുകകരമായ കാഴ്ച അവിടെ നിന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സ്ക്വാഡ് വർക്കിൽ CPIM വളരെ സജീവമായി, അതായത് KN ബാലഗോപാലിനെ വിജയിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു ലക്ഷ്യവും ഇടതുമുന്നണി എന്നുള്ള ടീമിനകത്തില്ല. ഇപ്പോൾ ഒരു ടീമിനെ പൊളിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റമായില്ല ഐഷ പോറ്റിയുടേത്. കാരണം ഈ പാർട്ടിയെ വഞ്ചിച്ചിട്ടാണ് പോയത്. തീരെ, അതായത് വയ്യാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്ന മട്ടിൽ പാർട്ടി വേദികളിൽ പങ്കെടുക്കാതിരിക്കുകയും ഇപ്പോൾ സജീവമായി പ്രചാരണ രംഗത്ത് വരികയും ചെയ്യുന്നു. ഇതാ കണ്ടോ ഞങ്ങളുടെ പാർട്ടിയെ വഞ്ചിച്ചില്ലേ എന്നുള്ളതാണ് CPIMൻ്റെ താഴെത്തട്ടിലുള്ള പാർട്ടി അണികൾക്കിടയിലുള്ള പ്രചാരണം. അതുകൊണ്ട് തന്നെ അത് പാർട്ടി അണികളിൽ നിന്ന് ആരെങ്കിലും അടർത്താൻ ഐഷ പോറ്റിക്ക് പറ്റിയിട്ടില്ല. അവിടെ ദീർഘകാല MLA ആയിരുന്നു. മാത്രമല്ല അവിടെ തന്നെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു സംഗതി, മുഖ്യമന്ത്രിക്ക് പോലും കിട്ടാത്ത അത്രയും അവസരം കിട്ടിയിട്ടുള്ള ആളാണ് ഐഷ പോറ്റി. എന്നിട്ടാണ് ഐഷ പോറ്റി ഇങ്ങനെ മറുകണ്ഠം ചാടിയിരിക്കുന്നത് എന്നൊക്കെയുള്ള ആ പ്രചാരണങ്ങളെ ചെറുക്കാനോ, അതിനൊപ്പം ഈ പറഞ്ഞ KN ബാലഗോപാൽ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ ധനാവസ്ഥയെ തന്നെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായകമായ ഇടപെടൽ ശേഷി കാണിച്ച ഒരു മന്ത്രി എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോൾ
കൊട്ടാരക്കരയുടെ പ്രാദേശിക വികസനവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കപ്പെടുമ്പോഴൊക്കെ ഐഷ പോറ്റി അന്ന് ആദ്യ ദിവസം പറഞ്ഞത് തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. മറികടക്കുമായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ അവർ വളരെ സജീവമാണ്, അതുകൊണ്ട് ചിലപ്പോൾ അത് മറികടക്കുമായിരിക്കും. എന്തായാലും അവിടെ ഒരു മത്സരത്തിൻ്റെ അങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞ തളിപ്പറമ്പിലേതിന് സമാനമായ ഒരു മത്സരത്തിൻ്റെ പ്രതീതി കൊട്ടാരക്കരയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ ശ്യാമലി വളരെ ആദ്യഘട്ടത്തിലുള്ള ഒരു അങ്കലാപ്പുണ്ടല്ലോ. ഇതെങ്ങനെയാണ് ജി സുധാകരൻ അങ്ങനെ സിങ്കാവാൻ കഴിയുമോ കോൺഗ്രസുമായി എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും സിങ്കായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ജി സുധാകരനാണ്. അദ്ദേഹം ഇന്ന് പറയുകയാണ്, കോൺഗ്രസിനെ പറ്റി ഈ CPM-കാർ പറഞ്ഞതുപോലൊന്നും അല്ല കേട്ടോ ശരിയായ കാര്യം. CPM-കാർ പറയുന്നത് ശരിയല്ല, കോൺഗ്രസ്സുകാർ വളരെ നല്ല മനുഷ്യരാണ് എന്ന് വരെ അങ്ങനെ പറഞ്ഞ് നിരന്തരം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയോഗങ്ങളും അദ്ദേഹത്തിൻ്റെ രീതികളും അടക്കം എല്ലാ ദിവസവും വാർത്തയിലുള്ള ആ നിലയ്ക്ക് ഒരു കലാപശബ്ദം ഉണ്ടാക്കി ഇറങ്ങിപ്പോയ ഒരു നിഷേധി എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും വാർത്തയിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒറ്റപ്പാലത്ത് ഒരു മത്സര പ്രതീതി അവിടെ ഉണ്ട്. പക്ഷേ അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയും സജീവമായി പ്രചാരണ രംഗത്തിൽ മേജർ രവിയുണ്ട്. ഇപ്പുറത്ത് പ്രേംകുമാറിനാണെങ്കിൽ അവിടെ ഒരു സൗമ്യ ഭാവമുള്ള നേതാവ് എന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് അംഗീകരിക്കപ്പെടുന്നുണ്ട്. എങ്കിലും വളരെ സജീവമായി, അതായത് ആദ്യ റോഡ് ഷോയിലൊക്കെ വലിയ സജീവമായിട്ടുള്ള ഒരു പ്രസൻസ് അദ്ദേഹത്തിന് അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒറ്റ പ്രശ്നമേ PK ശശി അവിടെ നേരിടുന്നുള്ളൂ. കാരണം കൊഴിഞ്ഞാമ്പാറ ഒറ്റപ്പാലം മണ്ഡലത്തിലല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് അവിടെ ഒരു പ്രസൻസ് അറിയിക്കാനൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ അതൊരു വിജയത്തിലേക്ക് കടക്കാൻ തക്ക വണ്ണമുള്ള ഒരു മാറ്റമാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ മറ്റു മണ്ഡലങ്ങൾ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത മണ്ഡലത്തിൽ അങ്ങനെയല്ല. ഈ മണ്ഡലത്തിലെ തൽസ്ഥിതിയാണ് ഹർഷൻ പറഞ്ഞത്. അതിൽ ഇത്തിരിയൊക്കെ ആഡ് ഓൺസ് മാത്രമേ എനിക്കുള്ളൂ. എങ്കിൽ പോലും ഞാൻ ഇതിനെ മറ്റൊരു തരത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണെങ്കിൽ ഒരു സംശയവുമില്ല, വിസ്മയം എന്ന് തന്നെ പേര് തന്നെയാണ് ഈ അവസ്ഥയ്ക്ക് ചേരുക CPM-നെ സംബന്ധിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്രയധികം പേർ പാർട്ടി വിട്ട മുൻ MLA-മാരോ മന്ത്രിമാരോ ആയ ആളുകൾ പാർട്ടി വിട്ട ഒരു സംഭവവും മുൻകാലങ്ങളിൽ മുൻ ചരിത്രങ്ങളിലൊന്നും പാർട്ടിയുടെ ഉണ്ടായിട്ടില്ല. അതെല്ലാം ആ വിസ്മയം എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഭാഗ്യാന്വേഷികളുടെ കൂടാരമാകുന്നതിൻ്റെയും ഒരു കൊടുക്കൽ വാങ്ങലുകളാണ് നിലവിൽ ഇവിടെ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വെറും ഭാഗ്യാന്വേഷികളായി കോൺഗ്രസും പാർട്ടി വിട്ടവരും അതുപോലെ തന്നെ ഭാഗ്യാന്വേഷികളാകുന്നു എന്നുള്ളതാണ് ഇതിലൊരു പോയിന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 5 മണ്ഡലങ്ങളിലും അത്തരത്തിലുള്ള ഒരു ഹസ്തദാനമാണ്, ഭാഗ്യാന്വേഷികളുടെ ഹസ്തദാനമാണ്, കൈകൊടുക്കലാണ് നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 5 മണ്ഡലവും സിറ്റി മണ്ഡലമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ തന്നെ പലതും കുത്തക മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഇനി ആദ്യം ഞാൻ പിന്നെ ഭാഗ്യാന്വേഷികൾക്ക് മാർഗമല്ല, ലക്ഷ്യമാണ് അവർക്ക് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി ഏതറ്റം വരെയും, അപ്പോൾ പാർട്ടി വിട്ടവർക്കും അത് തന്നെയാണ് ലക്ഷ്യം, ഒരു സീറ്റ്, അതിനപ്പുറത്തേക്കൊരു അധികാരം. ഇനി ഓപ്പോസിറ്റ് ആരാണോ അവരെ സ്വീകരിച്ചിരിക്കുന്നത് അവർക്കും അധികാരം തന്നെയാണ് ലക്ഷ്യം. എങ്ങനെയും ആ മണ്ഡലം പിടിച്ചെടുത്ത് സീറ്റുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാക്ക്, ഭാഗ്യാന്വേഷി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ പറയുന്നത് നേരെ പയ്യന്നൂരിലേക്ക് വരുമ്പോൾ വി കുഞ്ഞികൃഷ്ണനാണ് പാർട്ടി വിട്ടത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. TA മധുസൂദനൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മത്സരിക്കും. അതിനു എതിരെ മാത്രമാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത്, അല്ലാതെ കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടല്ല കേട്ടോ. അത് CPM-ൻ്റെ മൂല്യച്യുതികൾക്കെതിരെ ആളുകളോട് സംസാരിക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ മത്സരിക്കുന്നത് എന്നാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. ഒപ്പം ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു നിരുത്തരവാദപരമായ ഒരു പ്രതികരണം എന്നുള്ളത്, ആരോപണം ഉന്നയിച്ചാൽ തെളിവ് കൊടുക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, എനിക്കറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ പോലും നിൽക്കുന്ന ഒരു മനുഷ്യനെ അവിടെയുള്ള പാർട്ടികൾ, ഈ CPM-കാർക്കൊരു പ്രത്യേകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിരോധത്തിലാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അണികൾക്ക് വല്ലാത്തൊരു ബലവും വല്ലാത്തൊരു ഊർജ്ജവും വന്ന് കൃത്യമായി പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഒരു നിര അത് സൈബർ ഇടങ്ങളിൽ പോലുമുണ്ട്. ആ പാർട്ടിക്കുള്ളതാണ്. പ്രത്യേകിച്ച് പയ്യന്നൂർ പോലുള്ള ഒരു കോട്ടയിൽ രൂപീകരിച്ച കാലം മുതൽ അത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുകയാണ്. പയ്യന്നൂർ, ഞാൻ കണ്ണൂർകാരെ പയ്യന്നൂരിൽ നിന്നാണ് വരുന്നത്. തൊട്ടിപ്പുറത്തെ കല്യാശ്ശേരി മണ്ഡലമാണ് ഞാനുണ്ടായിരുന്നത്. പയ്യന്നൂർ അതിന് തൊട്ടിപ്പുറത്തുള്ള മണ്ഡലമാണ്. അപ്പോൾ ഇവിടെയുള്ളൊരു സ്വഭാവം, പയ്യന്നൂർ മണ്ഡലത്തിലുള്ള ഒരു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇവിടെയുള്ളൊരു പാർട്ടിക്കാരുടെ സ്വഭാവം അതെയാണ്, വലിയൊരു പ്രതിരോധം അവർ തീർക്കും. അത്തരത്തിലുള്ളൊരു പ്രതിരോധവും അത്തരത്തിലുള്ളൊരു ഊർജ്ജവും അവിടെയുള്ള പാർട്ടിക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വി കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ അവർ എത്ര തന്നെ വി കുഞ്ഞികൃഷ്ണൻ TA മധുസൂദനെതിരെ സംസാരിക്കുന്നു, അത്ര കണ്ട് വിധത്തിൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ പൊളിച്ചു കളയുന്ന മറുവാദങ്ങൾ അവിടെ ഉണ്ടാവുകയും അവിടെ ആ തരത്തിലുള്ള പ്രചാരണം അവർ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ തൽസ്ഥിതിയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു,
വി കുഞ്ഞികൃഷ്ണൻ വെറുമൊരു അന്വേഷി എന്ന തലത്തിലേക്ക് മാത്രം മാറുകയും ആ മണ്ഡലത്തിൽ കോൺഗ്രസ് ആ മണ്ഡലത്തിൽ അവർക്ക് തിരിഞ്ഞുപോലും നോക്കാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് UDF. ഒരു ഘട്ടത്തിലും ഏത് വേവടിക്കുമ്പോഴും പയ്യന്നൂർ അവർക്ക് കയ്യിൽ കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വി കുഞ്ഞികൃഷ്ണനിലുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ്. അത്രമാത്രമല്ലാതെ വേറെന്തെങ്കിലും ആ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഇവരെ പിന്തുണച്ചതുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്നറിഞ്ഞുകൂടാ. പിന്നെ പാർട്ടി വിട്ടു വരുന്നവരൊക്കെ വി ഡി സതീശൻ ഉത്തമ കമ്മ്യൂണിസ്റ്റാണ്. പിന്നെ അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പറ്റി ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞാൻ ഉൾപ്പെടുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഉത്തമ കമ്മ്യൂണിസ്റ്റായ ഒരാളെ കോൺഗ്രസ് പിന്തുണയ്ക്കുമ്പോൾ അവിടെ ഒരത്രം പണിയെടുക്കുന്നത്, അതായത് ഉള്ള പാർട്ടി കോൺഗ്രസ് പയ്യന്നൂരിൽ ശക്തൻ തന്നെയാണ്. അപ്പോൾ അവരെ കൂടെ പരിഗണിക്കാതെ ആ വി കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയോ അവരെ പിന്തുണയ്ക്കുന്നതിനെതിരെയോ അവിടെയുള്ള പ്രാദേശിക ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഉത്തമ കമ്മ്യൂണിസ്റ്റുകളെ ഞങ്ങൾ പിന്തുണയ്ക്കണ്ടേ എന്ന രീതിയിലാണ് അവിടെ പ്രതിഷേധങ്ങൾ വരുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് നിലവിൽ കോൺഗ്രസ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതൊരു പരീക്ഷണമായി തന്നെയാണ് ഞാൻ കാണുന്നത്. തൊട്ടിപ്പുറത്തേക്ക് തളിപ്പറമ്പിൽ വന്നു കഴിഞ്ഞാലും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഒരു തവണ മാത്രമാണ് അവിടെ ഗോവിന്ദൻ നമ്പ്യാരാണ് 70-ൽ ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം അതൊരു ഉറച്ച മണ്ഡലമാണ്. പക്ഷേ ഹർഷൻ പറഞ്ഞതുപോലെ അവിടെ ഒരു വലിയ മത്സരം, ഇവിടെ ഒരു സ്പ്ലിറ്റോ ഒരു പൊട്ടിത്തെറിയോ ഉണ്ടായിരിക്കുന്നു. അതിലൊരു ഇളക്കമുണ്ട്, പലർക്കും അത്തരത്തിലുള്ളൊരു അതൃപ്തിയുണ്ട് എന്നുള്ളൊരു തോന്നൽ പാർട്ടിക്ക് വന്നിരിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ എല്ലാ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ഘട്ടത്തിൽ ശ്യാമളയ്ക്കെതിരെ ആന്തൂരിൽ സംസാരിച്ചു എന്ന് പറയുന്ന പി ജയരാജനെതിരെ ഒതുക്കിയെന്നുള്ള ആരോപണമായിരുന്നു ടി കെ ഗോവിന്ദൻ ഉന്നയിച്ചിരുന്നത്. പക്ഷേ പി ജയരാജനെയാണ് ആ മണ്ഡലത്തിൻ്റെ ചുമതല കൊടുത്തിട്ട് അവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ശബ്ദമില്ല, എതിർ ശബ്ദമില്ല എന്നുള്ളൊരു ശക്തമായ സന്ദേശമാണ് പാർട്ടി കൊടുക്കുന്നത് അവിടെയുള്ളവർക്ക്. അപ്പോൾ മലപ്പട്ടമായാലും ഇവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ ശക്തി പ്രകടനം നടത്തുവാൻ വേണ്ടിയിട്ട് അവിടെ LDFന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ടി കെ ഗോവിന്ദൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ KK രാഗേഷ് ആണെങ്കിലും മുഖ്യമന്ത്രി അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് താൻ തന്നെ വിചാരിച്ചാണ് അദ്ദേഹം ആ മീറ്റിങ്ങിൽ പോയിരുന്നത്, ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോയിരുന്നത് എന്നുള്ളതാണ്. മറ്റാരും അദ്ദേഹത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഭാഗ്യാന്വേഷിയായിരുന്നു. ഇത്രയും കാലം പാർട്ടിയിൽ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുവരെ കിട്ടാത്തൊരു തളിപ്പറമ്പ് മണ്ഡലം സ്വാഭാവികമായും കോൺഗ്രസ് അവിടെ ഒരു പരീക്ഷണത്തിന് മുതിരുമ്പോൾ ടി കെ ഗോവിന്ദനല്ലാതെ അവർക്ക് മറ്റാരെയും ഇനി ഈ മണ്ഡലത്തിൽ കിട്ടാനില്ല. അങ്ങനെ ഒരു സാഹചര്യം വരില്ല. പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അതിനെ വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സിലും. അതുകൊണ്ട് തന്നെ അവരവിടെ പിന്തുണയ്ക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയധികം നേതാക്കളെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിക്കെതിരെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു വലിയ പ്രതിരോധം തീർക്കാൻ പാർട്ടി അവിടെ ശ്രമിക്കുന്നു, LDF അവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ തൽസ്ഥിതിയിൽ നിന്നും മനസ്സിലാവുന്നത്. ഇനി അതുപോയി നേരെ ഞാൻ ഒറ്റപ്പാലത്തേക്കാണ് വരുന്നത്. ഒറ്റപ്പാലത്തേക്ക് PK ശശിയുടെ കാര്യത്തിലാണ് ഞാൻ ആലോചിക്കുക. ഈ ഒരു പരീക്ഷണം നടത്തുമ്പോൾ നിലപാടിൽ വെള്ളം ചേർക്കണോ എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം. കാരണം എല്ലാ കാലത്തും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വന്ന സമയത്ത് പോലും PK ശശിയുടെ തീവ്രത അളന്നവരാണ് ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ മുഴുവൻ. എല്ലാവരും വി ഡി സതീശനൊന്നും ഒരു പ്രസ്താവന പോലും അതില്ലാതെ പൂർത്തീകരിച്ചിരുന്നില്ല. രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, മുതിർന്ന നേതാക്കൾ എല്ലാവരും ആയിക്കോട്ടെ. എന്നിട്ട് PK ശശിയെ ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നത് എന്നുള്ളത് 4 വോട്ടിന് വേണ്ടി നിലപാടുമടക്കുന്ന നിലയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അവിടെയുള്ളവർ പോലും തിരിച്ചറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. PK ശശി അത്ര കണ്ട് അനഭിമതനായിരുന്നു ആ പാർട്ടിക്ക്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒറ്റപ്പാലം നിന്നുള്ള കുത്തക മണ്ഡലം പിടിക്കാൻ ചിലപ്പോൾ PK ശശിക്ക് കഴിഞ്ഞേക്കാം എന്നുള്ളൊരു ആലോചനയിലാണ് കോൺഗ്രസ് അവിടെ ആ നിലയ്ക്ക് മുതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നേരെ അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലുമാണ് വരുന്നത്. അമ്പലപ്പുഴയിലും കൊട്ടാരക്കരയിലും G സുധാകരനെ പോലെയുള്ളൊരു നേതാവ് എതിരെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം മുൻകൂട്ടി തീരുമാനിച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതെന്ന്. അതിനെ സാധൂകരിക്കുന്ന ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് താൻ അവഗണിക്കപ്പെട്ട കാലം മുതൽ ഞാൻ പ്രതികാരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പാണ് ഇപ്പോൾ ഇങ്ങനെയായിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ടി മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്ന് സുധാകരൻ സംസാരിച്ചിരിക്കുന്നത്. സുധാകരൻ സത്യത്തിൽ പ്രായപരിധിയിൽ എന്നുള്ള ഒരു നടപടിക്രമങ്ങളിലൂടെ മാത്രം കടന്നുപോയ ഒരു നേതാവായിരുന്നു. ഈ പ്രായപരിധി എല്ലാ കാലത്തും ആ പാർട്ടിയിൽ അപ്ലിക്കബിൾ ആയിരുന്നു. വൃന്ദ കാരാട്ടിനും പ്രകാശ് കാരാട്ടിനും ഈ പ്രായപരിധി നടപടിക്രമങ്ങളിലൂടെ പോയ ആളുകളാണ്. അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് G സുധാകരനും അവർക്കൊന്നും ഇല്ലാത്ത പരിഗണന തനിക്ക് വേണമെന്ന് പറഞ്ഞ് ഈ പാർട്ടിയിൽ നിന്ന് പോകുന്നത്. അദ്ദേഹം ഭാഗ്യാന്വേഷി അല്ലാതെ മറ്റെന്തായിരുന്നു? അമ്പലപ്പുഴ മണ്ഡലം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയും അങ്ങനെയാണുള്ളത്. പക്ഷേ വലിയ മത്സരം തന്നെ അമ്പലപ്പുഴയിൽ നടക്കും, അതിൽ തർക്കമൊന്നുമില്ല. കാരണം
അദ്ദേഹം എല്ലാ തവണ അവിടെ മത്സരിച്ചപ്പോഴും അദ്ദേഹം വോട്ട് ഉയർത്തിയ ആളാണ്. അത് അദ്ദേഹത്തിന്, പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായ സ്വീകാര്യതയും ആ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് തൽസ്ഥിതി പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാര്യം അദ്ദേഹത്തിന് ഒരു അഴിമതി വിരുദ്ധ ഇമേജ് ഉണ്ട് ആളുകൾക്കിടയിൽ. അദ്ദേഹം അത് എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ പ്രകടമാക്കിയ ഒരാളും തന്നെയാണ്. അതുകൊണ്ട് എച്ച് സലാം മത്സരിക്കുമ്പോൾ തന്നെ അവിടുത്തെ പാർട്ടിക്കൊന്നും സംഭവിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞു വെക്കുമ്പോൾ തന്നെ അവിടെ ഒരു ശക്തമായ മത്സരം തന്നെ ഉണ്ടാവാം. അത് കോൺഗ്രസിൻ്റെ വോട്ടും ചിലപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി പിടിക്കുന്ന വോട്ടും ചിലപ്പോൾ പിന്നെ അതുമാത്രമല്ല അവിടുത്തെ SNDP NSSുമായൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് മറിഞ്ഞു വരും എന്നുള്ളതൊക്കെ ആ മണ്ഡലത്തെ നിർണ്ണയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, അതിൽ സംശയമില്ല. കൊട്ടാരക്കരയിലാണെങ്കിലും R ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം പിന്നെ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കോൺഗ്രസിനായിട്ടില്ല. അപ്പോൾ തീർച്ചയായും ആയിഷ പൂറ്റിയിലൂടെ അത് സാധിച്ചെടുക്കുമോ എന്നതാണ് കോൺഗ്രസും പരിശോധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയാണ്, ഭാഗ്യാന്വേഷികളുടെ ഹസ്തദാനമാണ് ഈ 5 മണ്ഡലങ്ങളിലും നടന്നിരിക്കുന്നത്. തീർച്ചയായും അതിലൊരു 2 മണ്ഡലങ്ങളിൽ എങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനും വേണമെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാനും കഴിയുന്ന തരത്തിലേക്ക് ആ മത്സരം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. CPIM-ന് ഇത്രയധികം വിമതശല്യം നേരിടേണ്ടി വന്ന ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. വിമതരെ പിന്തുണയ്ക്കാനുള്ള UDF തീരുമാനത്തെ എതിർത്ത യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തിയതും വിമതരുടെ വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്രകാലം തങ്ങൾക്കെതിരെ നിന്നവരുടെ പിന്തുണയിൽ ജയിക്കാനാകുമോ എന്ന വെല്ലുവിളി വിമതരും നേരിടുന്നുണ്ട്. കൂടാതെ സിറ്റിംഗ് MLA-മാർക്ക് നിലവിലുള്ള ഭൂരിപക്ഷവും വിമതർക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ്. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ CPIM തങ്ങളുടെ ഉറച്ച മണ്ഡലമായി കരുതുന്ന ഈ 5 മണ്ഡലങ്ങളിലും വിമതർക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് സാരം. വിമത ശല്യങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് CPIM വിലയിരുത്തുന്നത്. മാത്രമല്ല ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കാൻ വിമതർക്കായിട്ടില്ല എന്നതും CPIM-ന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. CPIM-ഉം പാർട്ടി വിമതരും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ വിമത സ്വരങ്ങളാണോ അതോ MLA-മാരുടെ പ്രവർത്തനങ്ങളാണോ ജനങ്ങൾ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. RDX-ൽ ഒരിടവേള.